ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഇപ്പം ചർച്ചയാവുകയാണ്. ഇന്ത്യക്കാരൊന്നും ഇതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നില്ല. പക്ഷേ ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളൊക്കെയാണ് ആശങ്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ജനസംഖ്യ കുറയുന്നത് തടയാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ രീതിയിലാണ് ഈ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതെന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതെങ്ങനെയാണ് നമ്മളെയൊക്കെ ബാധിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്ത്യനെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? അല്ല, ഇന്ത്യയിൽ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വർഷങ്ങളായിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറവ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എലോൺ മസ്ക് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുറവ് സംഭവിക്കുമ്പോൾ ഗൗതം അറിയേണ്ടത്, നേരത്തെ ഇന്ത്യയുടെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഫെർട്ടിലിറ്റി റേറ്റുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 4.4 ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ജനസംഖ്യ അതങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ വേണ്ട ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1 ആണ്. അതായത് ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ അല്ലെങ്കിൽ 2 കുട്ടികൾ എന്നുള്ള കേസിലാണ് വേണ്ടത്. പക്ഷെ അതുപോലും ഇല്ലാതാകുന്ന ഒരു റേറ്റിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 1.9 നമ്മൾ വീണ് കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശദമായി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലാണ്. ബീഹാറിൽ 2.6 ആണ്. ഉത്തർപ്രദേശിൽ അതായത് 2.8 ആണ് ബീഹാറിൽ, 2.6 ആണ് ഉത്തർപ്രദേശിൽ. അതേസമയം 1.2 ആണ് ഡൽഹിയിൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ കുറെ കൂടി ഒരു മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഇത് വളരെ വളരെ കുറയുന്നു എന്നുള്ളതാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിത രീതികൾ, നമുക്ക് വന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ തന്നെയുണ്ട്. വളരെ ഇപ്പോൾ ഇത് ഫെർട്ടിലിറ്റി റേറ്റിങ്ങിൻ്റെ പുറകെയൊന്നും പോകണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെയൊക്കെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന പലരുടെയും അച്ഛനമ്മമാരുടെയൊക്കെ വീടുകളിൽ അവർക്ക് 10ഉം 11ഉം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 8 പേരും 6 പേരും ഒക്കെ ചുരുങ്ങുകയും പിന്നെ അത് 3 പേരായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിലൊക്കെയാണ് അത് കൂടുതലുണ്ടായിരുന്നത്. ആ കുട്ടികളുടെ നമ്പറിൽ പോലും കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പലപ്പോഴും ഇപ്പോൾ ആളുകൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, നാഷണൽ ടി വിയിലൊക്കെ ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് അത് ഇക്കണോമിക് റീസൺ കൊണ്ടാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ഇക്കണോമിക് റീസൺ കൊണ്ട് പോലുമല്ല. ഇപ്പോൾ വലിയ സാമ്പത്തികമുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ 5 കുട്ടികളോ 10 കുട്ടികളോ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പകരം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു നോർമൽ തോട്ട് പ്രോസസ്സിൽ വന്നിട്ടുള്ള ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മതി, ആ കുട്ടിയെ കുറെ കൂടി നന്നായിട്ട് വളർത്താം എന്ന് പറയുന്ന ഒരു മൈക്രോ ലെവൽ ഫാമിലികളിലേക്ക് നമ്മൾ മാറിയതിൻ്റെ കൂടി അടിസ്ഥാനമാണ്. ചില രാജ്യങ്ങളിലൊക്കെ അത് വലിയ തോതിൽ കുറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാനിലൊക്കെ അത് വലിയ ഭീകരമായിട്ടുള്ള കുറവാണ് ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ അങ്ങനെ കുറയാനൊന്നുമില്ല. ഇന്ത്യ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കേരളത്തിലൊക്കെ ഏതാണ്ട് 1.9 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ സാധാരണതിനേക്കാൾ കുറഞ്ഞ ബർത്ത് റേറ്റ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ചില സഭകൾ, ചില ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ആളുകൾക്കൊക്കെ തന്നെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഈ RSS നേതാവ് ഈ മോഹൻ ഭാഗവത് ചീഫ് പറഞ്ഞത് 3 കുട്ടികൾ ഒരു കുടുംബത്തിൽ നിർബന്ധമായിട്ടും വേണമെന്നാണ്. അതേപോലെ പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് 5 കുട്ടികൾ എന്നാണ് പറഞ്ഞത്. പാലാ ബിഷപ്പൊക്കെ ഓഫർ കൂടി വെച്ചിട്ടുണ്ട്. 5ാമത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5ാമത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ 5ാമത്തെ കുട്ടിക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് വളരെ അറിയുന്ന ഒരാൾ ചോദിച്ചു, അപ്പോൾ 4 കുട്ടികളെ പിന്നെ വേറെ ആരും പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. കാരണം 4 കഴിഞ്ഞിട്ടല്ലേ 5ാമത്തെ കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ 5ാമത്തെ കുട്ടി ഒരു ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. കൂടാതെ പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുള്ളത് സഭയുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെ 5 കുട്ടികളുള്ളവർക്ക് ഒരു മുൻഗണന കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് നാളെ ആരെങ്കിലും ഒക്കെ 5ഓ 6ഓ കുട്ടികളായി കളയാം എന്നൊക്കെ വിചാരിക്കുമെന്നും നിങ്ങൾ വിചാരിക്കുന്നില്ല. ഗൗരവം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൽ നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ നമ്മുടെ പെൺകുട്ടികളുടെ ഒരു ആവറേജ് ഏജ് എന്നൊക്കെ പറയുന്നത് 20-21 വയസ്സിലൊക്കെ തന്നെ, അല്ലെങ്കിൽ 22 വയസ്സിൽ മാക്സിമം വന്ന് അവർ പ്രഗ്നന്റ് ആകുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആ റേറ്റ് തന്നെ 24-25 ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 23 വയസ്സ് കഴിഞ്ഞാണ് കല്യാണം കഴിക്കുന്നത്. 28-29 വയസ്സ് വരെയൊക്കെ ലൈഫ് സെറ്റിലാകാൻ എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മെട്രോ നഗരങ്ങളിൽ, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, ഹൈദരാബാദ് പോവുകയാണെങ്കിൽ, ഗൗതം അറിയേണ്ടത് അങ്ങനെ കല്യാണം എന്ന് പറയുന്ന അവരുടെ ഒരു മേജർ ഫാക്ടർ അല്ലാതെ മാറിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ കല്യാണം ഒരു മേജർ ഫാക്ടർ അല്ലാതെ മാറുന്നു എന്ന് പറയുമ്പോൾ പിന്നെ കുട്ടികൾ ഒരിക്കലും ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം അവരുടെ ലൈഫിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പലപ്പോഴും പെൺകുട്ടികളെ സംബന്ധിച്ച് സാധാരണ ഒരു 10-20-21 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം കല്യാണം കഴിച്ചോ, പിന്നെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് എന്താ വിശേഷമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പതുക്കെ ഒരു രാജ്യം പുറത്ത് കിടക്കുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോപ്പുലേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർക്ക് ഫോഴ്സ് കുറയും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കുറയുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും അപകടകരമായ സ്ഥിതിയിലല്ല ഇന്ത്യ. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 140 കോടിയുണ്ട്. അതിനിപ്പോൾ കുറഞ്ഞൊരു 110-120 കോടിയാവും. പക്ഷെ അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തും. അടുത്ത 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമേ ഇത് കുറയാൻ സാധ്യതയുള്ളൂ.
ഈ 2 പതിറ്റാണ്ടുകൾ കൊണ്ട് അത് ഒരു പോപ്പുലേഷൻ ഏറ്റവും മറ്റേ പീക്കിലേക്ക് എത്തുകയും പിന്നെ കുറയുകയും ചെയ്യും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഇതില് ഇലോൺ മസ്ക് എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് ഇന്ത്യക്കാർ പോലും ഇതിൽ കൺസേൺ ആവുന്നില്ല. ഇപ്പം RSS മേധാവി മോഹൻ ഭാഗവത് ഒക്കെയാണ് നേരത്തെ ഇതിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. പോപ്പുലേഷൻ വല്ലാതെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇലോൺ മസ്ക് ആണ് രംഗത്ത് വരുന്നത്. അല്ല, ഇലോൺ മസ്ക് അങ്ങനെ പറഞ്ഞതല്ല, ഇത് ഇന്ത്യയെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞതല്ല. അദ്ദേഹം US-നെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ഇന്ത്യയൊക്കെ താരതമ്യപ്പെടുത്തി ഒരു കമന്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇലോൺ മസ്കിന് ഇതിൽ പ്രത്യേകിച്ച് മറ്റേ ഇന്ത്യയിൽ പോപ്പുലേഷൻ കുറയുന്നു എന്നുള്ളതല്ല. അദ്ദേഹം ഉറപ്പായിട്ടും ഇത് വളരെ സീരിയസ്ലി പഠിക്കുന്ന ഒരാളാണ്. ആ പഠിക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് നമുക്കൊക്കെ അറിയാത്തൊരു കാര്യം എന്ന് ബിസിനസ്സുകാർ പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ വളരെ ബോധേഡാണ്. കാരണം അവർ എങ്ങനെയാണ് ആളുകളുടെ ഒരു ബൈങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഇപ്പൊ ടെസ്ല ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് ആളുകളുടെ പർച്ചേസിങ് കപ്പാസിറ്റി, ഇതെല്ലാം നോക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പങ്കുവച്ചേക്കണം. ഒരു ഘട്ടത്തിൽ ചൈനയൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയതാണ് അവരുടെ 1 ചൈൽഡ് പോളിസി. പിന്നീട് അവർക്കത് മാറ്റേണ്ടിയൊക്കെ വന്നു. അല്ല, ഇത് ഗൗതം അറിയേണ്ടത്, ഇത് എപ്പോഴും പോളിസികളൊക്കെ മാറ്റേണ്ടി വരും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഇതൊരു പ്രതിഭാസമാണ്. കാരണം ഒരിടക്ക് നമ്മൾ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു. ആ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ഓവറായി കൂടി പോകും. അല്ലാതെ ഇത് കറക്റ്റായിട്ട് മറ്റേ ഒരേപോലെ ഇങ്ങനെ നിർത്തുക എന്നുള്ളതൊന്നും സാധ്യതയുള്ള കാര്യമല്ല. അപ്പൊ അത് കൂടി പോകുമ്പോൾ നമ്മൾ അടുത്ത മെഷേഴ്സുമായിട്ട് മുന്നോട്ട് വരും. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ചൈനയിലൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 1 ചൈൽഡ് പോളിസി ഉണ്ടായിരുന്നു. കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ തന്നെ ഏറ്റവും ആദ്യം നാം 2 നമുക്കൊന്ന് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് പോപ്പുലേഷൻ കുറച്ചുകൂടി കുറയുമ്പോഴാണ് നാം 2 നമുക്ക് 2 എന്നുള്ള പറയുന്ന വാചകമൊക്കെ വന്നത്. അപ്പൊ അങ്ങനെ പോളിസികൾ വരും. പിന്നെയും ചിലപ്പോൾ പോപ്പുലേഷൻ കൂടും കുറയും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ലോകം മുഴുവൻ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ എൻറ്റയർലി കുറയുന്നൊരു സ്ഥിതിയാണുള്ളത്. അത് ഇന്ത്യയിലേക്ക് കൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില രാജ്യങ്ങളിലൊക്കെ അത് ഭീകരമാവിധം കുറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് തൊഴിലാളികൾക്ക് ആളെ കിട്ടാത്ത, ഇപ്പൊ ജപ്പാനിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജപ്പാനിലേക്ക് 30% പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ്. അപ്പൊ അത്തരത്തിൽ ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇന്ത്യയും കുറെ കഴിയുമ്പോൾ ആ ലെവലിലേക്ക് വന്നേക്കും. കാരണം യൂത്തന്മാരില്ലാത്ത, പകരം കുറെ കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമുള്ള പോപ്പുലേഷനായി മാറും. അപ്പൊ ഈ വലിയ തോതിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോ സ്വാഭാവികമാണ്. ഇത് പല റീസൺസ് ഇതിന് പറയുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ ആയിട്ട് പറയുന്നുണ്ട്. ഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഉയരുന്നു പോലെ പലയിടങ്ങളിലും. വിവാഹിതരായ ആളുകൾക്ക് 7-8 കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുന്നു. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ചയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാം? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബത്തിന്റെ സ്ട്രക്ചറിലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ടൈമിൽ സ്ത്രീകൾക്ക് വലിയ ഒപ്പീനിയൻ ഒന്നും ഉണ്ടായില്ല. അവരെ സംബന്ധിച്ചോളം അവര് കല്യാണം കഴിക്കുക, ഡെലിവറി നടത്തുക, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഏക അജണ്ടയിൽ നിന്ന് അവരൊരുപാട് മുന്നോട്ട് പോയതിൻ്റെയാണ് ഈ പ്രശ്നമുള്ളത്. അതാണ് ഏറ്റവും കോർ റീസൺ. കാരണം ഇതിന്റെ ഒരു റേറ്റ് ഇപ്പം ഞാൻ ഇതിനോട് പറഞ്ഞതാണ്. ബീഹാറിൽ എന്തുകൊണ്ടാണ് കൂടുതൽ, എന്തുകൊണ്ടാണ് സെക്കൻഡായിട്ട് UP നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഡൽഹി ഏറ്റവും പുറകിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവുണ്ട്. കാരണം ഡൽഹിയിലുള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് ഫോഴ്സ് ആണ്. വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിട്ടുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം ഉള്ളത്. അതേസമയം UP അങ്ങനെയല്ല, ബീഹാറിൽ അങ്ങനെയല്ല. ബീഹാറിലൊന്നും ഇപ്പോഴും ഈ സ്ത്രീകളുടെ ഇടയ്ക്ക് വലിയ ഉന്നമനമോ എഡ്യൂക്കേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചോളം കല്യാണം കഴിക്കുക, കുട്ടികളാവുക, കുട്ടികളെ നോക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മുടെ അർബൻ സെന്റേഴ്സിൽ ഇപ്പോൾ ബാംഗ്ലൂർ എടുത്തു നോക്കിയാലും, കൊച്ചി എടുത്തു നോക്കിയാലും, അതുപോലെ ഡൽഹി എടുത്തു നോക്കിയാലും, മെട്രോപൊളിറ്റൻ സിറ്റീസിലെല്ലാം തന്നെ, ബോംബെ എടുത്തു നോക്കിയാലൊക്കെ തന്നെ ഇത് കുറയും. അത് നാച്ചുറലാണ്. കാരണം ആളുകളുടെ ചിന്താഗതി മാറി വരികയാണ്. ഇനി ഗൗതം അറിയേണ്ട അടുത്തൊരു സ്റ്റേജ് കൂടിയുണ്ട്. ആ സ്റ്റേജിലേക്ക് കൂടി കിടക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം കല്യാണം കഴിക്കണമെന്ന് താല്പര്യമില്ലാത്ത എത്രയോ പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്, അല്ലേ? ഇപ്പൊ കല്യാണം വേണ്ട എന്ന് വിചാരിക്കും. ഞാനിപ്പോ ഒരു വാൻ ഹുസൈൻ്റെ ഒക്കെ ഷോറൂമിൽ കയറിയപ്പോലും അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പൊ അതെൻ്റെ അടുത്ത് ഓടി വന്ന് എന്നെ പരിചയം പുതുക്കി. എന്നെ 8 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എന്തുപറ്റി, നിങ്ങൾ വെറുതെ ഒരു കാഷ്വൽ ചോദ്യം അറിയാതെ ചോദിച്ചു അതാണ്. ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല. ഞാൻ ചോദിച്ചു, എന്താ ഈ കുറെ നാളപ്പോൾ നിങ്ങൾ ഇല്ലായിരുന്നല്ലോ വർക്കിന്, അപ്പൊ എന്തുപറ്റി, മാരീഡ് ആയതാണോ എന്ന് ചോദിച്ചപ്പോ ഇല്ല സാർ, ഞാൻ മാരേജ് ചെയ്യുന്നില്ല എന്നാണ് ആ കുട്ടി എൻ്റെ അടുത്ത് ആദ്യം വരെ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല, ഞാൻ അങ്ങനെ തീരുമാനിച്ച ഒരാളാണ്, ഞാൻ മാരീഡ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ പുറത്ത് ആയിരുന്നു, അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഗൗതം അറിയേണ്ടത്, അങ്ങനെ നേരത്തെ നമ്മളൊരു പെൺകുട്ടി പറയുമായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞാൽ വീട്ടുകാരെ അനുവദിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ സംശയം ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ 8 കൊല്ലം 10 കൊല്ലമായിട്ട് അതങ്ങനെ മാരി ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വീട്ടുകാർ അംഗീകരിച്ചു കൊടുത്താണ്. അതുപോലെയുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ ജപ്പാനിലൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചാലും കുട്ടികൾ ഉണ്ടാവാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് റിലേഷൻഷിപ്പിൽ താല്പര്യമുണ്ട്, പക്ഷെ
ഒരു ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അതിന്റെ പുറത്തുള്ള ഒരു ബാധ്യതയോ ഒന്നുമായിട്ട് അവര് പലപ്പോഴും ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് കുട്ടികൾ അവരെ എന്ത് ചെയ്യുന്നില്ല, ഓപ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ചില സെലിബ്രിറ്റികൾ മലയാളത്തിൽ അടക്കം പറയുന്ന ഒരു കാര്യമാണ്, വിവാഹം എനിക്ക് പറ്റിയൊരു സെറ്റപ്പ് അല്ല, പക്ഷെ പാർട്ട്ണറെ വേണം. അല്ല, അതെ, അതുകൊണ്ടാണ് പറയണത്. അത് ഇപ്പൊ നമ്മുടെ ഇവിടെ അതിനൊക്കെ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയ രണ്ടുപേരുടെ വീഡിയോ, ഞാൻ ഇപ്പൊ പേരൊന്നും പറയുന്നില്ല, അപ്പൊ അവരുടെ തന്നെ അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു 2 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പൊ അവര് വലിയ രീതിയിൽ ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. കാരണം അവരുടെ ജെനുവിനിറ്റിയാണ്. രണ്ടാമത്തേത് അവര് വളരെ കൂളായി ഇതെല്ലാം പറയുകയാണ്. അവരുടെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്, അവനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കാണുന്നു, വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അത് മാറി വരികയാണ് ഗൗതം. ഇപ്പൊ നേരത്തേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു അഫയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഞെട്ടുമായിരുന്നു. ഇപ്പൊ അഫയർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞെട്ടലൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പറയുന്ന ഡയലോഗ് ഉണ്ട്, അതായത് അഫയർ ഉണ്ട്, അവനെ കാണണമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വീട്ടിലേക്ക് വന്നോളാൻ എന്റെ ഫാദർ പറയായിരുന്നു എന്നാണ്. അപ്പൊ അത്തരത്തിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി വിവാഹിതനല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിവാഹിതനല്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ വലിയൊരു ജനങ്ങളെ സ്വാധീനിക്കില്ലേ? അല്ല, അതൊക്കെ സ്വാധീനിക്കട്ടെ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി കല്യാണം കഴിച്ചേ പറ്റൂ. അദ്ദേഹം കല്യാണം കഴിച്ചതാണ്, പക്ഷേ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം തുടർന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ്. അത് ആളുകൾ അവരെ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണെന്നൊന്നും ഞാനിത് വിചാരിക്കുന്നില്ല. ഒരു നരേന്ദ്രമോദി കല്യാണം കഴിച്ചിട്ടില്ല, നമുക്ക് കല്യാണം കഴിക്കാതിരിക്കാന്ന് വിചാരിച്ചിട്ടല്ല. ഇത് കുറച്ചുകൂടി വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ സാർ. എന്താണ് കാര്യം? അല്ല, ഈ ഫെർട്ടിലിറ്റി സെന്റേഴ്സ് കൂണ് പോലെ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദേശീയ മാധ്യമത്തിൽ ഒരു ചർച്ച കണ്ടത്. അതൊരു ഫെർട്ടിലിറ്റി ഡോക്ടറുമായിട്ടൊരു ചർച്ചയായിരുന്നു. അവര് പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. അല്ല, ഫെർട്ടിലിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത് നിരവധി, അതൊക്കെ ഉണ്ടാകുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട് ഗോത, അല്ലാതെ ഇതുമായിട്ട് ബന്ധമില്ല. ഞാൻ പറയുന്നത് ഈ പോപ്പുലേഷൻ ഇൻഡെക്സ് കുറയുന്നതിന്റെ പിന്നിലെ കാര്യം ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല. നമ്മളിപ്പോ ഒറ്റയടിക്ക് ചില ആളുകൾ പറയുന്നുണ്ട്, ഇപ്പൊ ഇതിന്റെ താഴെ തന്നെ ഇപ്പൊ നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കണോമിക്കൽ റീസൺസ് ആണ്. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനുള്ള എക്സ്പെൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ പറയുന്നത് അതുപോലുമല്ല. നിങ്ങൾ വലിയ സാലറികൾ മേടിക്കുന്ന വലിയ തോതിൽ വലിയ പ്രൊഫഷണൽസിലേക്ക് പോലും എടുത്തു നോക്കൂ, ദേ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ. കാരണം അവര് അത്രത്തോളം ഇപ്പൊ 5 കുട്ടികൾ അവർക്ക് ഉണ്ടാകണമെന്ന് അവർക്ക് താല്പര്യമില്ല. വളരെ അപൂർവ ആളുകൾക്ക് താല്പര്യമുള്ളൂ. അത് നമ്മുടെ മെന്റാലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുഴപ്പം കൊണ്ടാണ്. ഒരു കുഴപ്പമല്ല ഞാൻ പറഞ്ഞത്, മെന്റാലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഗുണം കൊണ്ട് കൂടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെൺകുട്ടികളുടെ ഒരു ആവറേജ് റേറ്റ്, അവർ ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ക്യാരിങ് ആവുന്ന ആവറേജ് ഇയറിന്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യത്യാസമുണ്ട്. അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റമാണ്, അതിലൊരു സംശയമില്ല. അതൊരു രാജ്യത്തിന് എങ്ങനെ ബാധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം എന്നുള്ളതിനും അപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്ത് മെഷേഴ്സ് എടുക്കാം? അല്ല, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നാം 1 നമുക്കൊന്ന് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞത് ഈ ഫെർട്ടിലിറ്റി താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ താഴ്ന്നാലും ഇപ്പൊ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതൊന്നും ഒരു വലിയ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. 140 കോടി ജനങ്ങൾ ഇനിയിപ്പോ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ 34 കോടി ജനങ്ങളെ ഉണ്ടായുള്ളൂ. പിന്നെ ഇപ്പൊ താഴ്ന്നാലും എത്ര താഴും? അതുകൊണ്ടാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡെമോഗ്രഫിയിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും അപകടം പിടിച്ചൊരു കാര്യമാണല്ലോ ലോങ് ടേമിൽ ചിന്തിക്കുമ്പോൾ. അല്ല, ലോങ് ടൈമിലേക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. ലോങ് ടൈമിലേക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ 140 കോടി 70 കോടിയായാലും 75 80 കോടിയായാലും ഒക്കെ അത് ഇന്ത്യക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ജപ്പാനിലെ പോലെ 30-35% പേര് സാധാരണ പ്രായമുള്ള ഏജ്ഡ് ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളായി മാറുമ്പോൾ ഒരു ഇക്കോണമി അത് ബാധിക്കും. ആ ബാധിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ വലിയ തോതിൽ അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള മെഷേഴ്സ് നോക്കിയാൽ മതി. ഇതൊക്കെ അല്ലാതെ ഇപ്പൊ ഇന്ത്യയിലൊന്നും ഇത് അടുത്ത 30 കൊല്ലം കൊണ്ടൊന്നും ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല ഇത്. ഇതൊരു ഫ്യൂച്ചറിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. 2 പതിറ്റാണ്ടിലേക്ക് ഇപ്പോഴും ഈ പോപ്പുലേഷൻ ഏതാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കും, പീക്കായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. പിന്നെ ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ലോകരാജ്യങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോകരാജ്യങ്ങളിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇവിടുന്ന് പലപ്പോഴും ആളുകൾ അങ്ങോട്ട് കയറിപ്പോകാനും അവിടെ ജോലികൾക്ക് ആളുകൾ ആവശ്യം ഉള്ളത്. ഇന്ത്യയെക്കാളൊക്കെ എത്രയോ വലിയ രാജ്യമാണ് കാനഡ. അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്. അപ്പൊ അതങ്ങനെ ഉണ്ടാവും, അത് സ്വാഭാവികം.